അപ്പോൾ ഇന്നത്തെ ഗ്ലോബൽ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിൽ ഹമാസ് കൂട്ടക്കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കാര്യം അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ ചർച്ച നടത്തിയ നെതന്യാഹു അപ്പം തന്നെ ഇസ്രായേലിലെ IDF-ലേക്ക് ഇൻഫർമേഷൻ കൊടുത്തു. തലങ്ങും വിലങ്ങും ആക്രമിച്ചു എന്നുള്ള ഇൻഫർമേഷൻ നെതന്യാഹു പാസ് ചെയ്തിട്ടുണ്ട്. ഗാസയ്ക്കുള്ളിൽ അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. ഹമാസ് ഇപ്പം നിലവിളി തുടങ്ങിയിട്ടുണ്ട്. നിലവിളി എന്ന് പറഞ്ഞാൽ ചുമ്മാ വെറുതെ പറയുന്നതല്ല, പത്രത്തിൽ വരെ അടിച്ചു വന്നിട്ടുണ്ട് അവരുടെ നിലവിളി. അവരിപ്പോൾ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഗാസയ്ക്കുള്ളിൽ വരണം. ഇസ്രായേൽ ഇവിടെ മിലിറ്ററി പ്രഷർ അല്ല ഇടുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള നിലയിലാണ് ഹമാസ് നിലവിളിക്കുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇത് October 7 ഹമാസ് തീരുമാനിക്കണമായിരുന്നു ഇതിങ്ങനെ സംഭവിക്കും എന്നുള്ളത്. അപ്പൊ ആ ഒരു മുൻധാരണകൾ ഇല്ലാണ്ട് ഈ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന രാജ്യത്തിനടുത്ത് പോയിട്ട് ഇങ്ങനെ തോണ്ടുമ്പോഴത്തേക്കും ഈ രീതിയിൽ പണി കിട്ടുമെന്നുള്ളത് അവർ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. കാരണം ഇത്രയും നാളും ഇസ്രായേൽ ഒരു മിതമായ നിലയിലാണ് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. സ്ട്രാറ്റജിക് ആയിട്ട് പല സ്ഥലങ്ങളിലും പേപ്പർ ഇന്റിമേഷൻ കൊടുത്ത് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ, അവിടെ നിന്ന് മാറി താമസിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. തലങ്ങും വിലങ്ങും ആക്രമണം തുടങ്ങിയിരുന്നുണ്ടെങ്കിൽ ആ ഗാസ എന്ന് പറഞ്ഞ ചെറിയൊരു സ്ട്രിപ്പാണ്, അത് തൂത്തുപറക്കി കളയാൻ ഇസ്രായേലിന് ഏതാണ്ട് ഒരാഴ്ച പോലും വേണ്ടി വരില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു സ്ഥലത്താണ് ഇസ്രായേൽ ഈ രീതിയിൽ ഇത്രയും ടൈം ലൈൻ എടുത്ത് 1-2 വർഷമായിട്ട് അവിടെ കിടന്ന് പൊരുതുന്നത്. അപ്പൊ എന്തായാലും ഇപ്പം എഫക്റ്റീവായിട്ട് തന്നെ ഗാസയ്ക്കുള്ളിൽ ഓപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹമാസിന്റെ യഥാർത്ഥ നിലവിളി ഇപ്പൊ പുറത്തു വരികയാണ്. ഇനിയിപ്പോ ഏതൊക്കെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് ഹമാസിന്റെ വാക്കും കേട്ടുകൊണ്ട് അവിടെ പോകാനിരിക്കുന്നുള്ളത് എനിക്ക് കാത്തിരുന്ന് കാണണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് ഇമ്മാനുവൽ മാക്രോൺ, ലോകത്തിന്റെ 2ാമത്തെ ഏറ്റവും വലിയ നേതാവ്, അങ്ങനെയാണ് പുള്ളി തന്നെ സ്വന്തമായിട്ട് കരുതുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ട് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മാക്രോണിന് വിഷമമാവും. മാക്രോൺ ജോർദാൻ രാജാവ് അതേപോലെ ഈജിപ്ഷ്യൻ പ്രസിഡന്റുമായിട്ട് ചേർന്ന് അമേരിക്കയിലേക്കുള്ള വാതിൽ തട്ടി നോക്കിയെങ്കിലും അവിടെ നിന്ന് യാതൊരുവിധ റെസ്പോൺസും കിട്ടിയില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പൊ സ്വന്തമായിട്ട് തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. അതായത് ഗാസയ്ക്കുള്ളിൽ നിന്നും ഇസ്രായേൽ പുറത്തു പോകണമെന്നും ഗാസ എത്രയും വേഗം പുനർനിർമ്മിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതിൽ ഈ 3 പേര് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. ഇതിനകത്ത് വേറെ മറ്റുള്ള അറബ് രാജ്യങ്ങൾ ആരും തന്നെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടില്ല. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ആര് എന്ത് വില നൽകും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കിക്കാണേണ്ടത്. ഈ രീതിയിലൊക്കെ കോമഡി കഥാപാത്രമായിട്ട് മാറേണ്ട ആവശ്യം ഉണ്ടോ മാക്രോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിൽ ഉള്ളിൽ നടക്കുന്ന പ്രശ്നം വെച്ച് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം മാക്രോൺ പരാജയപ്പെടും. ആ പരാജയ ഭീതിയിൽ നിന്നാണ് ഈ ഒരു ഗ്ലോബൽ ലീഡറായിട്ട് മാറാനുള്ള ലോകത്തിലെ ഞാനാണ് 2ാമത്തെ നേതാവ് എന്ന നിലയിൽ റെപ്രസെന്റ് ചെയ്ത് മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ ഒരു കാര്യവും വിജയം കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാലും ലെബനാനിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന മാക്രോൺ ലെബനാന്റെ ഉള്ളിൽ ഇപ്പോഴും ഇസ്രായേൽ അവിടെയും ഇവിടെയും നിന്ന് തലങ്ങും വിലങ്ങും ഇന്ന് വരെ 3 അറ്റാക്ക് ഹിസ്ബുള്ളയുടെ മേളിൽ നടത്തിയിട്ടുണ്ട്. ഒരു ഹിസ്ബുള്ളയുടെ നിർണായകമായിട്ടുള്ള ഒരു ലീഡർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ എഫക്റ്റീവ് ആയിട്ട് ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിവില്ലാത്ത മാക്രോൺ ആണ് ഇപ്പൊ ഗാസയിൽ വന്നിട്ട് ഇപ്പം സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് മാറാൻ വേണ്ടിയിട്ട് വന്ന് നിലകൊണ്ടിരിക്കുന്നത്. മാക്രോൺ ഇപ്പൊ സൈൻ ചെയ്ത പേപ്പർ കൊണ്ട് ഒന്നും നേടാനില്ല. ജസ്റ്റ് മാക്രോണിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് എന്തോ ചെയ്തു കൂട്ടുന്നെന്ന് മാത്രമേ പൊതുവില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത് ഹോങ്കോങ് ആണ്. ഹോങ്കോങ് ഇന്നലെ തന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഏതാണ്ട് -13 to 14% ഇടിവ് രേഖപ്പെടുത്തിയതാണ്. അവരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടക്കച്ചവടം രേഖപ്പെടുത്തിയ ആൾക്കാർ. പെട്ടെന്ന് വന്ന ഒരു സുനാമി പോലെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നടിയാണ് ചെയ്തതെന്നുള്ള വിഷമകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഹോങ്കോങ് ലീഡർ പുറത്തിറക്കിയത്. എന്നിരുന്നാലും ഇതിനകത്ത് കമ്പനികൾ, വലിയ വൻകിട കമ്പനികൾക്കൊക്കെ നഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൻകിട കമ്പനികൾക്കൊന്നും യാതൊരു നഷ്ടമില്ല. ഇതിനകത്ത് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ അദാനി, അംബാനി പോലത്തെ ഗ്രൂപ്പുകളൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അവർക്ക് എന്ത് നഷ്ടപ്പെടാൻ? അവരുടെ കമ്പനികളിൽ, അവരുടെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഇൻവെസ്റ്റേഴ്സിനെയാണ് ഈ ഒരു ഇടിവ് ബാധിക്കുന്നത് ശരിക്കും. അല്ലാതെ വലിയ കമ്പനികൾക്കും കോർപ്പറേറ്റുകൾക്കൊന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാനില്ല എന്നുള്ളതാണ് ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് ചെറുതായിട്ട് അമേരിക്കയുടെ സ്റ്റോക്ക് ഇങ്ങനെ ഗ്രീൻ ലൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് നൈറ്റ് ടൈം ആണ്. അപ്പൊ ഈ നൈറ്റ് ടൈം ആണെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഡേ ടൈം ആണ്. അപ്പൊ അവിടെ സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇപ്പൊ ഒരു ഗ്രീൻ ലൈറ്റ് കാണിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കാണിക്കുന്ന ചെറിയ നിർണായകമായിട്ടുള്ള സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 3 സ്റ്റോക്കുകളുടെ പേര് ഇവിടെ കാണിക്കാം. S&P 500 എന്ന് പറഞ്ഞ കമ്പനി 3.1% പ്ലസ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നാഷ്ഡാക്കും ഏതാണ്ട് 3% പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. ഇവരെല്ലാരും തന്നെ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനീസ് ആണ്. ഈ ഡോ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയും ഏതാണ്ട് 3.2% പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ പൊതുവെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാരണം ഈ യൂറോപ്യൻ യൂണിയൻ അതേപോലെ തന്നെ ചൈന ഇതേപോലത്തെ പല രാജ്യങ്ങളും അമേരിക്കയ്ക്ക് എതിരെ തിരിഞ്ഞു നിന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായത്. ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ഒന്ന് പകച്ചു നിന്നത്. പക്ഷേ ഇന്ന് കുറച്ച് സിറ്റുവേഷൻ നോർമലായി, ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് മൊത്തത്തിൽ തന്നെ അമേരിക്ക ഇതിന്റെ പുറകിൽ നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രംപ് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഷെയർ ചെയ്യാം. ആ പോസ്റ്റ് കൃത്യമായിട്ട് സൗത്ത് കൊറിയ വലിയ തോതിൽ, വൻതോതിൽ, ലാർജ് ക്വാണ്ടിറ്റി S&P കമ്പനിയിൽ നിന്നും അതേപോലെ അലാസ്ക പൈപ്പ് ലൈൻ ത്രൂ അവര്
LNG പർച്ചേസ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതേപോലെ മിലിറ്ററി പ്രൊട്ടക്ഷൻ, ജപ്പാൻ ഉൾപ്പെടെ സൗത്ത് കൊറിയ ഉൾപ്പെടെ അമേരിക്കയുടെ മിലിറ്ററി പ്രൊട്ടക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള കരാറുകൾ സൈൻ ചെയ്യാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ചില കമ്പനികൾ അമേരിക്കയിലോട്ട് റീലൊക്കേറ്റ് ചെയ്യാം എന്നുള്ള വിഷയത്തിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓട്ടോ താരിഫ് ഉള്ളത് കൊണ്ട് തന്നെ അമേരിക്കയുടെ ഉള്ളിലുള്ള അവിടുത്തെ ഓട്ടോമൊബൈൽ കമ്പനികൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വക ചെറിയ നിർണായകമായിട്ടുള്ള ചില കീ മൊമെന്റ്സ് നടത്തിയിട്ടുണ്ട് അമേരിക്കയിൽ. അപ്പൊ ഇത് കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് നേടാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് പഴയതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് നോട്ട് കാണാൻ കഴിയും എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ സൈഡിൽ നിന്ന് വന്ന മലക്കമറിച്ചൽ. യൂറോപ്യൻ സൈഡിൽ ഇപ്പൊ എന്താണ്, ഇപ്പൊ മൊത്തത്തിൽ ചൈന, ഹോങ്കോങ്, മലേഷ്യ ഈ 3 രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പൊ പൊതുവില് അമേരിക്കയ്ക്കെതിരെയുള്ള നിലപാടായിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാം തന്നെ അമേരിക്കയുമായിട്ട് സഹകരിച്ച് പോവാം, നെഗോഷിയേറ്റ് ചെയ്യാം, എന്തെങ്കിലും വിട്ടുവീഴ്ചകളാവാം എന്നുള്ള നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോയാലും പോയില്ലെങ്കിലും അമേരിക്കയുടെ ഉള്ളില് ഈ ഒരു താരിഫ് കൊണ്ട് ഇൻഫ്ലേഷൻ കൂടും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അത് അങ്ങനെ തന്നെ തുടരുള്ളൂ. അതിന് യാതൊരു മാറ്റം വരാനില്ല. കാരണം മാർക്കറ്റ് പ്രൈസിനൊത്ത് ആൾക്കാർ ഇൻസൈഡ് മാർക്കറ്റ് വില കൂട്ടും. അങ്ങനെ ആകുമ്പോഴത്തേക്കും അമേരിക്കൻ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നുള്ള പൈസ കാലിയാവും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് റിക്കവർ ആവും എന്നുള്ളത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഏതൊക്കെ പ്രോഡക്റ്റുകൾ, ഏതൊക്കെ കമ്പനികൾ ഗ്രോത്ത് രേഖപ്പെടുത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആൾക്കാർ തികച്ചും ഇൻവെസ്റ്റ്മെന്റ് മുന്നോട്ട് തുടരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ജർമ്മനി ഇന്ന് 0-0 താരിഫിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു. അതൊരു നല്ല സൂചനയാണ്. എന്നാലും അവരെ ഒരു രീതിയിൽ മുഖവിലേക്ക് എടുക്കാണ്ട് ട്രംപ് തഴഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ അതായത് ഞാൻ എടുത്ത തീരുമാനത്തിൽ ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്, അമേരിക്ക ഗ്രേറ്റ് ആക്കും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ട്രംപ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് അമേരിക്കൻ ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ കൂടുതൽ അമേരിക്കയ്ക്കെതിരെ പോകണ്ട എന്നുള്ള നിലപാടാണ് ഈ പോളണ്ട്, ഫിൻലാൻഡ് പോലത്തെ രാജ്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇതൊക്കെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. പിന്നെ ചൈനയ്ക്ക് കഠിനമായ താക്കീത് കൊടുത്തിട്ടുണ്ട് ട്രംപിന്റെ ഭാഗത്തുനിന്ന്. ചൈന ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് ട്രംപ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ചൈനയും ബാക്ക് ടു ബാക്ക് ഇങ്ങനെ തന്നെ കൗണ്ടർ ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പൊ യൂറോപ്പ് 0-0 എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്കും ട്രംപ് മുന്നോട്ട് വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ഒരു 300-350 ബില്യണോളം വർത്ത് വരുന്ന എനർജി സെക്ടറിൽ പർച്ചേസ് നടത്തുന്നതാണ് പറഞ്ഞത്. ഇതാണ് വളരെ എളുപ്പത്തിൽ പറഞ്ഞ സിമ്പിൾ കാര്യം. അതായത് അധികാരം എന്റെ കയ്യിലുണ്ട്, ഞാൻ പറയും, അത് നിങ്ങൾക്ക് കേട്ടാൽ മതി. അതിപ്പോ ഈ രീതിയിൽ താരിഫ് ഇട്ടുകൊണ്ട് നടപ്പിലാക്കുന്നു. അത് മാത്രമേ ഇപ്പൊ പൊതുവിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പൊ ഇതിനകത്ത് പറയുന്ന കാര്യം വെച്ചാല് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പം ആദ്യമേ തന്നെ നാറ്റോ കൊണ്ടുവന്ന സമയത്ത് എന്താണ് നാറ്റോയുടെ മെയിൻ ആയിട്ടുള്ള ഒരു എക്കണോമിക് അജണ്ട അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്, നാറ്റോ എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിച്ച് അതിന്റെ പുറകിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ ഓയിൽ, ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കട്ട് ഓഫ് ചെയ്യുക, ഈ യൂറോപ്യൻ രാജ്യങ്ങളെ പെർമനന്റ് ആയിട്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഗ്യാസും എണ്ണയും എല്ലാം സപ്ലൈ ചെയ്യാനുള്ള മാർഗം ഉണ്ടാക്കുക പെർമനന്റ് ആയിട്ട്. അതാണ് നാറ്റോയിൽ മെയിൻ ആയിട്ട് അമേരിക്ക ചെയ്തുകൊണ്ടിരുന്ന പരിപാടി. പിന്നെ നാറ്റോ എപ്പോഴും ഇങ്ങനെ പോയി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല. അവരങ്ങനെ വലിയ തോതിലുള്ള യുദ്ധം നടത്തിയ ചരിത്രം അവർക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ നാറ്റോ ഒരു പരിധി വരെ ഇങ്ങനെ ക്ഷയിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അമേരിക്കയ്ക്ക് കൂടുതൽ അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ആ കോൺട്രിബ്യൂഷൻ കൂടെ ഒഴിവാക്കിക്കൊണ്ട് പൈസ മുടക്കിയുള്ള ഒരു പരിപാടിയും തയ്യാറല്ല. അതുകൊണ്ട് കൂടുതൽ പൈസ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എന്താണോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് കൂടുതൽ വരുമാനം കിട്ടാനുള്ള പരിപാടി എന്താണോ അതാണ് ഇപ്പൊ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്, നിങ്ങൾ പെർമനന്റ് ആയിട്ട് ഒരു 350 ബില്യൺ ഞങ്ങളുടെ അടുത്ത് ഓയിൽ എനർജിയൊക്കെ പർച്ചേസ് ചെയ്യൂ, എന്നാൽ പിന്നെ താരിഫൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇതാണ് ഞങ്ങളുടെ ട്രേഡ് ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്നങ്ങ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി യൂറോപ്പ് പെർമനന്റ് ആയിട്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ എണ്ണയും ഈ LNG ഒക്കെ മേടിക്കേണ്ടി വരും. അതാണ് ഇപ്പം മെയിൻ ആയിട്ട് നടക്കുന്ന വിഷയം. അങ്ങനെ ഒരു ഡീൽ നടന്നു കഴിഞ്ഞാൽ അത് വീണ്ടും അമേരിക്കയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കും അമേരിക്കയ്ക്കും ഗുണം ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പൊ അതിന് കൂടുതൽ കോൺഫിഡൻസ് അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വർദ്ധിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളിലേക്ക് കൂടുതൽ നിക്ഷേപം പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സൗത്ത് കൊറിയയുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച്, സൗത്ത് കൊറിയയുടെ ഒരു LNG പർച്ചേസിനെ കുറിച്ചിട്ട് ട്രംപ് ഇന്ന് പോസ്റ്റ് ഇടാനുള്ള കാരണം ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് വരും. അത് തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കമ്പനികളും പ്രത്യേകിച്ച് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വർക്കാണ് ട്രംപ് ഏറ്റെടുത്ത് വൈറ്റ് ഹൗസിൽ നിന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ട്രംപും കൂട്ടരും വിചാരിക്കണം സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പൊ എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്ത പ്രൊമോഷനും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്ത പ്രൊമോഷനും വൈറ്റ് ഹൗസ് ഏറ്റെടുത്തിരിക്കുകയാണ്. വൈറ്റ് ഹൗസ് ആണ് ഇപ്പൊ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള എംപ്ലോയി ട്രംപ് ആണ്. മിനിറ്റ് ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കും, ഇന്ന കമ്പനിക്ക് ഇന്ന ഓർഡർ വരും, ഇന്ന കമ്പനിക്ക് ഇന്ന ഓർഡർ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ആൾക്കാർ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യും. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീണുപോയ സ്റ്റോക്കുകളെയൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു പണി കൊടുത്തതല്ലേ, അപ്പൊ തീർച്ചയായിട്ടും ഇരുന്ന് പണി ചെയ്ത് അതൊന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആക്കി നിർത്തണം.
അപ്പൊ അതിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നത്തിലാണ് ഇപ്പൊ ട്രംപ് മുന്നോട്ട് നീങ്ങുന്നത്. എന്തായാലും നമ്മൾ സമ്മതിക്കണം, ആള് പിടിച്ചു നിർത്തുന്നുണ്ട്. പല രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട് എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇലക്ഷന്റെ മുമ്പും ഇലക്ഷന് ശേഷവും പറയുന്ന വാക്കുകൾ പൊളിറ്റീഷ്യന്മാർ എപ്പോഴും മാറ്റി മാറ്റി സംസാരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇലക്ഷന് മുമ്പ് ട്രംപ് പറഞ്ഞിരുന്നത്, അതായത് ചൈന, റഷ്യ, അമേരിക്ക പോലത്തെ രാജ്യങ്ങളൊക്കെ ഈ മിലിറ്ററിക്കും ഡിഫൻസിനും വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ ചെലവാക്കുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ ഇതാ പറഞ്ഞിരിക്കുന്നത്, അമേരിക്ക പീറ്റർ ഹെക്സത്ത് ഉൾപ്പെടെ ട്രംപ് ഉൾപ്പെടെ ഇരുന്നുകൊണ്ടാണ് പറയുന്നത് 1 ട്രില്യൺ ബഡ്ജറ്റ് മാറ്റി വെക്കുകയാണ് ഡിഫൻസ് മേഖലയ്ക്ക് വേണ്ടിയിട്ട്. ഇതാണ് ഇലക്ഷന് മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ട്രംപ് ചെയ്യുന്ന പരിപാടി ഇതാണ്, 1 ട്രില്യൺ ആണ് മാറ്റിവെക്കുന്നത്. ഏറ്റവും മൂല്യമുള്ള കറൻസി ആയിട്ടുള്ള US$ ഡീൽ ചെയ്യുന്ന അമേരിക്ക പറയുകയാണ് 1 ട്രില്യൺ US$ ഡിഫൻസിന് വേണ്ടി മാറ്റിവെക്കുകയാണെന്നുള്ളത്. അതേപോലെ ഈസ്റ്റേൺ യൂറോപ്പില് 10,000 US സോൾജേഴ്സ് ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. അപ്പൊ അവരെ നേരെ പിറക്കിയെടുത്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ കൊണ്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ എന്തിനാണ് കൊണ്ട് വെക്കുന്നതെന്ന് അറിയാമല്ലോ, ഇറാനെ തന്നെയാണ് എയിം ചെയ്യുന്നത്. പിന്നെ ഇറാനുമായിട്ട് നടക്കാൻ പോകുന്ന ചർച്ച ഒമാനിൽ ശനിയാഴ്ച, അതിനെ ചൊല്ലി ഒരു ചെറിയ കോൺട്രവേഴ്സി, ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നുണ്ട്. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇറാൻ ഈ വിഷയത്തിൽ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. കാരണം ഇറാൻ പറഞ്ഞിരുന്നത് ഇൻഡയറക്റ്റ് ടോക്ക് ആണെന്നാണ് ഇറാൻ ഇപ്പൊ റേസ് ചെയ്യുന്നത്, അവരുടെ ഒരു സൈഡിലുള്ള വാദം. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഞങ്ങൾ ഡയറക്റ്റ് ടോക്കാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഡയറക്റ്റ് ടോക്കാണ് നടത്താൻ പോകുന്നത് എന്ന് പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇതിനെ ഗണ്ണിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇറാന് ഈ ഒരു അമേരിക്കയുടെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റിൽ ചെറിയ വിയോജിപ്പുണ്ട്. ഇറാൻ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ ഡയറക്റ്റ് ടോക്കിനല്ല വരുന്നത്, ഞങ്ങൾ ഇൻഡയറക്റ്റ് ടോക്കിനാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇറാൻ അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിനെ, മൂന്നാം രാജ്യത്തിന്, അതായത് ഒമാനിലുള്ള റെപ്രസെന്റേറ്റീവിനെ തന്നെ ഏർപ്പാടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇറാന് തിരിച്ചടി ഉറപ്പാണ്. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇപ്പം. അതായത് ഈ ഒരു ഓപ്പൺ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അമേരിക്ക പറയുന്നു ഡയറക്റ്റ് ടോക്ക്, ഇറാൻ പറയുന്നു ഇൻഡയറക്റ്റ് ടോക്ക്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഇറാൻ അതിലുപരിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ സൈഡിലുള്ള കണ്ടീഷൻസ് ഒക്കെ വളരെ ക്ലിയർ ആണ്, ഞങ്ങൾ ഓൾറെഡി തന്നെ കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്ത് കണ്ടീഷനാണ് അവർ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ, ആ കണ്ടീഷൻസ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനകത്ത് ഇൻഡയറക്റ്റ് ടോക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഇറാനിന് വലിയ താല്പര്യമൊന്നുമില്ല ഇതിനകത്ത്. ഇത് ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് അമേരിക്കയുടെ ആ ഒരു പ്രഷർ നിറഞ്ഞ ഒരു ചർച്ചയ്ക്കും അവരുടെ കണ്ടീഷൻസിനൊക്കെ ഓക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ചർച്ച ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്ക് ഇല്ല എന്നാണ് ഇറാന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇത് ശനിയാഴ്ച വരെ കാത്തിരുന്ന് കാണണം. അപ്പൊ അതിലുപരിയായിട്ട് അമേരിക്ക വേറൊരു വിഷയം കൂടെ ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഒരു ബേസ്, എയർ ബേസ് അവർ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് നാൾ കൊണ്ട് ഇതിന്റെ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ UAE വെച്ചിട്ട് അമേരിക്കൻ റെപ്രസെന്റേറ്റീവുമായിട്ട് അഫ്ഗാൻ റെപ്രസെന്റേറ്റീവുകൾ ഡിസ്കസ് ചെയ്യുകയും അവരുമായിട്ട് ട്രംപുമായിട്ട് ഉണ്ടായിരുന്ന ഈ ഒരു ആയുധങ്ങളൊക്കെ തിരിച്ചു തരണം എന്നുള്ള രീതിയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഗണ്ണിച്ചുകൊണ്ട് കുറച്ച് സംസാരങ്ങളും ചെറിയ നീക്കുപോക്കുകളൊക്കെ നടത്തിയതായിട്ടും അതിന് പകരം ബക്രാം എന്ന് പറഞ്ഞ ആ ഒരു ബേസ്, അത് ഇറാന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത്, അതായത് അഫ്ഗാനിസ്ഥാൻ. ആ ബക്രാം എന്ന് പറഞ്ഞ ഒരു എയർ ബേസിലേക്ക് C-17 എന്ന് പറഞ്ഞ അമേരിക്കയുടെ കാർഗോ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തതായിട്ട് ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവിടെ ലാൻഡ് ചെയ്തത് എന്തിനാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ സ്റ്റോക്ക് പൈൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ഒരു സൈഡിൽ നിന്നും കൂടെ, അതായത് ഇറാനെ ഒരു പക്ഷേ അറ്റാക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ അഫ്ഗാനിസ്ഥാന്റെ ആ ഒരു ബേസ് ഉപയോഗിച്ച് ഒരു കൗണ്ടർ ഫയറിംഗ് നടത്താനുമുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 4 സൈഡിലും കൂടെ വളഞ്ഞിട്ട് ഇറാനെ ഒന്ന് വരുതിക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പല സൈഡുകളിലും ഇങ്ങനെ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. അത് ഇറാനിന് ഒരു വീക്ക്നെസ്സും കൂടിയാണ്. അതാണ് ഇപ്പൊ പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ശനിയാഴ്ച ഈ ഹൈ പ്രഷർ ഇട്ട് ശനിയാഴ്ച ഏതെങ്കിലും വിധേന ഇറാനെ ഡെസ്കിൽ എത്തിക്കുക എന്നുള്ളതാണ് അമേരിക്ക ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടാക്ടിക്സ്. പക്ഷെ ഇത് ഏത് രീതിയിൽ വിജയിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അതുപോലെ തന്നെ ഇറാനെ കൈയൊഴിഞ്ഞ അവസ്ഥയിൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ്, ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ റഷ്യയുടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: യെസ്, ഞങ്ങൾ ഇറാനെ സഹായിക്കുന്നുണ്ട്, ഞങ്ങൾ ഇറാനിന് വേണ്ട ആയുധങ്ങൾ അതേപോലെ പല രീതിയിലുള്ള ഹെൽപ്പുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ തൊട്ടല്ല, പണ്ട് തൊട്ടേ ഉള്ള റിലേഷൻഷിപ്പ്. പക്ഷേ ഇറാൻ ഒരു യുദ്ധത്തിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അവരോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ഇറങ്ങി വരത്തില്ല. റഷ്യയുടെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്ററാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്ക ഇറാൻ എന്നുള്ള നിലയിൽ ഒരു യുദ്ധം നടക്കുന്നെങ്കിൽ അതിൽ ആ ഒരു യുദ്ധത്തിൽ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യ വരില്ല എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. അതാണ് ഇപ്പൊ റഷ്യ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവരുടെ തന്നെ ഉക്രൈനുമായിട്ടുള്ള പ്രശ്നത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ പിന്നെ റഷ്യ എങ്ങനെയാണ് ഇറാനെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്? അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അതാണ് അവർ തുറന്നു പറഞ്ഞിരിക്കുന്നത്. റഷ്യയെ കണ്ടുകൊണ്ട് ഇറാൻ വെള്ളം കുടിക്കണ്ട എന്നാണ് റഷ്യ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഇറാന് വേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പൊസിഷനിലല്ല റഷ്യ എന്നാണ് റഷ്യ പറഞ്ഞു വെച്ചിരിക്കുന്നത്.
ഇതിനോടൊപ്പം തന്നെ ഇറാഖിന്റെ ഭാഗത്ത് 4 മിലീഷ്യ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. 4 മിലീഷ്യ ഗ്രൂപ്പുകൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നാല് മിലീഷ്യ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഈ 4 ഗ്രൂപ്പുകളും അവർ ആയുധം താഴെ വെച്ചിട്ട് ഞങ്ങൾ ഇനി യുദ്ധത്തിനില്ല എന്നുള്ള നിലയിലാണ് അവർ സ്റ്റേറ്റ്മെന്റ് 2-3 ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞ് അവർ കീഴടങ്ങിയിരിക്കുകയാണ്. അതായത് ഇനി അവർ യുദ്ധം ചെയ്യാൻ അങ്ങ് വരുന്നില്ല എന്നുള്ളതാണ്, ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ രീതിയിൽ. കാരണം ഇത് വേറെ ഒന്നുമല്ല, മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായ ഒരു ചേരിതിരിവാണ്. അതായത് മിഡിൽ ഈസ്റ്റിലെ 2 ഡീവിയേഷൻ ആണ്. അമേരിക്കൻ ചേരിയിലുള്ള രാജ്യങ്ങളൊക്കെ ഒരു സെക്ടായി മാറിക്കഴിഞ്ഞു. ഗാസ വിഷയത്തിൽ ഉൾപ്പെടെ, ഇറാന്റെ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു രീതിയിലുള്ള കമന്റും മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു രാജ്യങ്ങളിൽ നിന്നും പാസ്സായി വരാത്തത്. അതുപോലെ ഹൂത്തികൾ സൗദി അറേബ്യ, UAE 2 രാജ്യങ്ങളെയും പേരെടുത്ത് പറഞ്ഞ് താക്കീത് നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾ കാണിക്കുന്ന പരിപാടി ഒട്ടും ശരിയല്ല, അതായത് നിങ്ങൾ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഇറാനെതിരെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ ഡോണ്ട് കെയർ മെന്റാലിറ്റിയാണ് സൗദി അറേബ്യയും UAE എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഡിഫൻസ് മേഖല ശക്തിപ്പെടുത്താനും നിശ്ചിത തോതിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം 2 രാജ്യങ്ങളിലേക്കും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അമേരിക്ക ഓൾറെഡി. ഇന്ന് ഹൂത്തികളുടെ മേളിൽ 10 എയർ സ്ട്രൈക്കാണ് അമേരിക്ക നടപ്പിലാക്കിയത്. 10 കൃത്യമായിട്ടുള്ള എയർ സ്ട്രൈക്കുകൾ. നല്ല രീതിയിലുള്ള ലോസ് ഉണ്ട്. അവർക്ക് ഹൂത്തികളും ഇപ്പോൾ പരാതിയാണ്. അതായത് അമേരിക്ക തലങ്ങും ഹൂത്തികളുടെ മേളിൽ ആക്രമണം നടത്തുകയാണ്, ഞങ്ങളുടെ പൊതുജനങ്ങൾ സിവിലിയൻസ് ആണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് എന്നുള്ള ഇരവാദം ഹൂത്തികൾ മുഴക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഹൂത്തികളും നിലവിളി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഹമാസും ഗാസയ്ക്കുള്ളിൽ നിന്ന് നിലവിളിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പൊ 2 സൈഡിലും നിലവിളി നല്ല രീതിയിൽ ഉയർന്നു വരുന്നുണ്ടെന്നുള്ളതാണ് പൊതുവിൽ വെളിയിൽ വരുന്ന വാർത്തകൾ. അബ്ദുൽ നിസാർ അൽ ഖമാദി എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവർ സീനിയർ ലെവലിലുള്ള ഒരു ലീഡറാണ് ഹൂത്തികളുടെ. ആ ലീഡറിനെ വധിച്ചിരിക്കുകയാണ് അമേരിക്ക. അതേപോലെ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ഈ ഹമാസുമായിട്ട് ഒരു 42 ഡേയ്സ് സീസ് ഫയർ സൈൻ ചെയ്തല്ലോ. ആ സൈൻ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അമേരിക്കയിൽ നിന്നും ഒരു 10,000-20,000 ആൾക്കാരെ കൊണ്ട് ഗാസയ്ക്കുള്ളിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, ഈ സെക്യൂരിറ്റി ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കുറച്ച് ജർമ്മനി അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും മെജോറിറ്റി ആൾക്കാർ US മിലിറ്ററി പേഴ്സൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ആൾക്കാർ ഏതാണ്ട് 20,000 പേരുണ്ട് മൊത്തത്തിൽ. ആ 20,000 പേരെയും ഇസ്രായേൽ ഇന്ന് പറഞ്ഞു വിടുകയാണ്. കാരണം നിങ്ങൾ വേണ്ട, നിങ്ങൾ അവിടെ ഉണ്ടായിട്ട് തന്നെയാണ് ഹമാസ് ഇത്രത്തോളം ആയുധങ്ങൾ വീണ്ടും ശേഖരിക്കാനുള്ള തന്റെ ഇടം കാണിച്ചത്. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തില്ല എന്നുള്ളതാണല്ലോ ഇതിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാത്ത ഇങ്ങനത്തെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ 20,000 പേരെയും ഇപ്പൊ കെട്ടുകെട്ടി അവിടെ നിന്ന് ഓട്ടിച്ചിരിക്കുകയാണ്. അതിന് പകരം ഇപ്പം IDF ആ പൊസിഷനിൽ തിരിച്ച് ടേക്ക് ഓവർ ചെയ്യാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ലെവലിൽ IDF പെനെട്രേറ്റ് ചെയ്യാൻ പോവാണ്. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് A to Z. ഇതിനിടയ്ക്ക് നമ്മൾ ഉക്രൈനിലെ കാര്യം നോക്കിക്കഴിഞ്ഞാല്, ഉക്രൈനില് സെലൻസ്കിയുടെ ഭാഗത്ത് ഒരു ചൈനീസ് സോൾജറിനെ ഇവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈ ചൈനീസ് സോൾജർ എവിടെ നിന്ന് പിടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റഷ്യയുടെ സോൾജേഴ്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പിടികൂടിയത് എന്നുള്ള നിലയിലാണ് പറയുന്നത്. ഇനിയിപ്പോ ഏത് രീതിയിലാണ് ഇപ്പൊ ഇനി സെലൻസ്കി പറയുന്നത് മാത്രമേ വാർത്ത പുറത്ത് വരുന്നുള്ളൂ. ഇത് ചൈനീസ് സോൾജർ ആണെന്നാണ് സെലൻസ്കി അവകാശപ്പെടുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ചൈനയെ കണ്ടംപ്റ്റ് ചെയ്തിട്ട് കണ്ടോ, ഞങ്ങൾക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ചൈനയുടെ കാരണം കൊണ്ടാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്നുണ്ട്. അപ്പൊ അതിന് അമേരിക്കയ്ക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അമേരിക്കയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ ചൈനയാണ് ഇതിന്റെ ഇടയിൽ കയറി ഇത്രമാത്രം കളിച്ചിരിക്കുന്നത്, ഇത് ശരിക്കും നോർത്ത് കൊറിയ മാത്രമല്ല ചൈനയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള നിലയിലൊക്കെ സെലൻസ്കി സ്റ്റേറ്റ്മെന്റുകൾ പലതും പുറത്തു വിടുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ചൈനയ്ക്ക് കൂടുതൽ സാങ്ഷൻസ് കൊണ്ടുവരണം എന്നും ചൈനയെ മാറ്റി നിർത്തണം എന്നും പല രീതിയിലുള്ള ഡയലോഗുകളൊക്കെ സെലൻസ്കിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതൊരു സൈഡിൽ നടക്കെ തന്നെ 200 ബില്യൺ ഷോർട്ടേജ് ആണ് ഉക്രൈന്റെ ഉള്ളിൽ. എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഭടന്മാർക്ക്, ഈ സോൾജേഴ്സിന്റെ സാലറി, പെൻഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കാൻ പൈസ ഇല്ല ഉക്രൈനിൽ. 200 ബില്യന്റെ ഷോർട്ടേജ് ഇപ്പൊ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എങ്ങനെ നികത്തും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു പിടുത്തമില്ലാതെ ഇരിക്കുകയാണ് സെലൻസ്കി. അപ്പൊ ഇതിനെക്കുറിച്ച് സ്റ്റാർമറിന്റെ അടുത്തും മാക്രോണിന്റെ അടുത്തും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരിനി എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യില്ല എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരമില്ല. കാരണം ഇത്രയും നാളും ഈ ആൾക്കാർ വാഗ്ദാനങ്ങൾ പലതും പറയുന്നതല്ലാണ്ട്, മീറ്റിങ്ങുകൾ പലതും കൂടുന്നതല്ലാണ്ട് ഒരു നയ പൈസ ഉക്രൈന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ സോൾജേഴ്സിന്റെ കാര്യം വളരെ കഷ്ടത്തിലാണ്. അതാണ് ഇപ്പം ഉക്രൈന്റെ ഉള്ളിൽ നിന്നും വെളിയിൽ വരുന്ന ഫൈനാൻഷ്യൽ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്ത. പിന്നെ ഇതിനകത്ത് ഒരു വാർത്ത ഏറ്റവും കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്, പാകിസ്ഥാനിൽ അൺനോൺ മാന്റെ വിളയാട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിവസേന. അപ്പൊ അതില് ഈ ജയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു സംഘടനയില്ലേ, ആ സംഘടനയിലെ മൗലാന മസൂദ് അസറിന്റെ ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി കൊല്ലപ്പെട്ടിരിക്കുകയാണ് വീണ്ടും. അപ്പൊ ഇത് പാകിസ്ഥാനിൽ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ അവരുടെ സെക്യൂരിറ്റി എത്രമാത്രം വീക്ക് ആണെന്നുള്ളതാണ് ഇത് ധരിപ്പിക്കുന്നത്. കാരണം എപ്പോഴും ഇന്ത്യയിൽ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ അൺനോൺ മാൻ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അവർ എപ്പോഴും ഇന്ത്യ എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്യും. ഇന്ത്യ എന്ന് പറയാൻ നമുക്ക് കേൾക്കാനൊക്കെ നല്ല പ്രൗഡുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ശരിക്കും ഇന്ത്യ ആണോ ചെയ്തതെന്നുള്ളതിന്റെ പ്രൂഫ് അവർ കൊടുക്കേണ്ടതാണ്. ഒരു രീതിയിലുള്ള പ്രൂഫും അവരുടെ കയ്യിലില്ല. അവർ ജസ്റ്റ് ഇന്ത്യ എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കൊല്ലപ്പെടുന്ന വ്യക്തികൾ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരെ തീവ്രവാദ പ്രവർത്തനം ചെയ്ത ആൾക്കാരായതുകൊണ്ട് തന്നെ അവര് ഏറ്റവും എളുപ്പത്തിൽ ഇന്ത്യ അങ്ങ് പോയിന്റ് ഔട്ട് ചെയ്യാണ്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖാരി ഇജാസ് ആബിദ് എന്നാണ് ഈ ഒരു വ്യക്തിയുടെ പേര്. ഈ വ്യക്തിയാണ് കൊല്ലപ്പെട്ടുള്ളത്. പാകിസ്ഥാനുള്ളിൽ ആഴ്ചയിൽ 2 ദിവസം അൺനോൺ മാൻ ഇങ്ങനെ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പാകിസ്ഥാൻ ഇതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല.
ഇത് ഏത് രീതിയിലാണ് ഇവരിതിനെ മോണിറ്റർ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ഇവർ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് ശ്രമിച്ചാൽ പോലും പറ്റാത്തൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്. സൗദി 14 രാജ്യങ്ങൾക്ക് വിസ ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ വിസ ബാൻ ചെയ്തത് ഞങ്ങളുടെ കൺട്രിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വിസ ബാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ഈ ഉംറ അതേപോലെ തന്നെ ഈ ഒരു ഹജ്ജ് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വിസ ഇതിൽ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നാണ് പറയുന്നത് പൊതുവെ. അതിൽ മെയിൻ ആയിട്ട് സൗദി ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ അവിടെ ഈ ചാടി നിൽക്കുന്ന ആൾക്കാർ, അതായത് ഈ ഹജ്ജിന് ഉംറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ടിക്കറ്റും വിസയൊക്കെ എടുത്ത് അവിടെ പോയിട്ട് ചാടി നിൽക്കുക, വിസിറ്റ് വിസ എയർപോർട്ടിൽ സ്കിപ്പ് ചെയ്ത് നിൽക്കുക, ഇതേപോലത്തെ പല പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ഈ ഹജ്ജ് ഉംറയൊക്കെ വിസയൊക്കെ ബാൻ ചെയ്തതിൽ ഇന്ത്യയുടെ വിസ ബാൻ ചെയ്ത് ഓക്കെ, പക്ഷെ പാകിസ്ഥാന്റെ വിസ അവർ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഇപ്പൊ ഇന്ത്യ ഇനി നയതന്ത്ര ലെവലിൽ ചർച്ച നടത്തിയിട്ട് അതിനുള്ള കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങളൊക്കെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഈ വിസയുടെ കാര്യത്തിൽ സൗദിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ UAE ഷേഖ് ഹംദാൻ ഇന്ത്യയിലുണ്ട്. അപ്പം ഇന്ത്യയിൽ വന്നതിന് ശേഷം കൃത്യമായ സ്വീകരണമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഗവൺമെന്റ്. അതുപോലെ തന്നെ പല പല പദ്ധതികൾ, പല എഗ്രിമെന്റുകൾ ഇതൊക്കെ തന്നെ അജണ്ടയിലുള്ളത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നാളെ ഉടനീളമുള്ള ചർച്ചയിൽ അതൊക്കെ പുറത്തു വരുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് മെയിൻലി നടന്നുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഡെവലപ്മെന്റ്സ് വരുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.